ഹായ് ഡേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വാഴേൻ്റെ ചെറിയൊരു പീസ് എടുത്ത് ഇതുപോലെ ഒന്ന് കഴുകി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാനിൽ വെച്ചിട്ടും ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഗ്യാസിൽ ഇതുപോലെ ഡയറക്റ്റ് ആയിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ നമുക്ക് കുറച്ചധികം ദിവസങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കോട്ടിംഗ് ഒക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാം. കോട്ടിംഗ് പോയ പാത്രങ്ങളിൽ പിന്നെ കുക്കിങ്ങിന് എടുക്കാത്തതായിരിക്കും നമ്മളുടെ ഹെൽത്തിന് വളരെ നല്ലത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ആ പാത്രം ഒന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നന്നായിട്ടൊന്ന് സ്റ്റീൽ സ്ക്രബറോ അല്ലെങ്കിൽ സാൻഡ് പേപ്പറോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ്. പക്ഷെ നമുക്കത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, വേറെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ എടുക്കാം. എന്നാൽ ഇതുപോലെ ഒരു വാഴയിൽ ഉണ്ടെങ്കിൽ നമുക്ക് നോൺ സ്റ്റിക്കിൽ എങ്ങനെയാണോ നമ്മൾ പൊരിച്ചെടുക്കുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയ ഈ സമയത്ത് നിങ്ങൾ ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റും ആയിരിക്കും. മാത്രമല്ല നമുക്ക് പൈസയും ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഒട്ടും അടിയിലൊന്നും പിടിക്കാതെ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ നിങ്ങൾ എങ്ങനെയാണോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പം ഞാനിത് കണ്ടില്ലേ, ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം ഞാനൊന്ന് തിരിച്ചിട്ട് കാണിക്കുന്നുണ്ട്. ഒരു തുള്ളി പോലും പൊട്ടിപ്പോവാതെ മുഴുവനായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇത് തിരിച്ചിടാനും വളരെ എളുപ്പമാണ്. നോൺ സ്റ്റിക്ക് പാത്രത്തിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എണ്ണയും അധികം വേണ്ട. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഫിഷ് ഫ്രൈ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോരുത്. അപ്പോൾ കോട്ടിങ് പോയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്ത് ഫ്രൈ ചെയ്യുകയാണെങ്കിലും വളരെ എളുപ്പത്തിൽ കുറച്ച് എണ്ണയിൽ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കഞ്ഞിവെള്ളമാണ് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് ബേക്കിംഗ് സോഡയാണ്. ഞാൻ ഈ കഞ്ഞിവെള്ളം വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. കുറച്ചധികം സൊല്യൂഷൻ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് കുറച്ച് ഉപ്പാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് പാരസിറ്റമോൾ ആണ്. കുറച്ച് നല്ല ഡോസ് ഉള്ളതാണെങ്കിൽ ഒന്ന് മതിയാവും. ഡോസ് കുറവാണെങ്കിൽ ഒരു 2 എണ്ണം മതിയാവും. നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ഹാർപ്പിക്കും വളരെ കുറച്ച് മാത്രം വിനീഗറും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന എലികളെ, പാറ്റകളെ, പല്ലികളെയൊക്കെ തുരത്തി ഓടിക്കാനുള്ള നല്ല കിടിലൻ ടിപ്പാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് സൊല്യൂഷൻ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം സ്ഥിരമായിട്ട് പാറ്റ, പല്ലി വരുന്ന സ്ഥലങ്ങൾ നമുക്കൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവകൾ അത് കഴിക്കുകയാണെങ്കിൽ ചത്തുപോകാൻ ഇടയാകുന്നതാണ്. ഇതുപോലെ എലികൾക്കൊക്കെ ഒരു ചിരട്ടയിലാക്കി നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചിരട്ടയുടെയും ആ കഞ്ഞിവെള്ളത്തിൻ്റെയും സ്മെല്ല് കൊണ്ട് ഉറപ്പായിട്ടും എലികൾ ആകർഷിക്കും. അവകൾ അത് കുടിക്കും. അങ്ങനെ കുടിക്കുകയാണെങ്കിൽ നമ്മളിതിൽ ചേർത്ത് കൊടുത്തുള്ള വിനീഗർ ആയാലും അതുപോലെ തന്നെ ഹാർപ്പിക് ആയാലും ഉപ്പായാലും ബേക്കിംഗ് സോഡ ആയാലും എലികളുടെ വയറിലേക്ക് പോകുന്ന സമയത്ത് ഡൈജസ്റ്റീവ് പ്രോബ്ലം വരികയും എലികൾ ചത്തുപോകാൻ ഇടയാകുന്നതാണ്. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു ടിപ്പ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എലിക്കണിയോ വിഷമോ ഒന്നും തന്നെ വെക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ പുതിയ മൺചട്ടിയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഈ രീതിയിൽ നിങ്ങളൊന്ന് മയക്കി എടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിലൊന്നും പൊട്ടിപ്പോകുകയില്ല. കുറേ ദിവസം നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൺചട്ടി ആദ്യമായിട്ട് ഞാൻ ഇവിടെ നിന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചാരം വെച്ചിട്ടാണ് കഴുകിയെടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ചാരം ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ കടലമാവ് ഉപയോഗിച്ച് കഴുകിയെടുക്കാം. സോപ്പ് ഉപയോഗിച്ച് നിങ്ങൾ കഴുകിയെടുക്കരുത്. ഇത് ചെറിയ സുഷിരങ്ങൾ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ സോപ്പ് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കഴുകിയെടുക്കുന്ന സമയത്ത് ഈ രീതിയിൽ തന്നെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ചാരമൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് കാണുന്നുണ്ടല്ലോ, നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കഞ്ഞിവെള്ളത്തിലൊന്ന് ഇട്ട് വയ്ക്കാം. ഒരു ദിവസം ഞാനിതുപോലെ ഒന്ന് കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് പിറ്റേ ദിവസം നമുക്കിത് എടുത്തൊന്ന് കഴുകിയെടുത്ത് നമുക്ക് കുക്കിങ്ങിന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു ദിവസം വെച്ചതിന് ശേഷമാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു 1-2 ദിവസമൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. അത്രയ്ക്കും നല്ലതായിരിക്കും. ആ കഞ്ഞിവെള്ളം ഒന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതിയാവും. അല്ലെങ്കിൽ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവും കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം എടുത്തതിന് ശേഷം ഞാൻ കടലമാവാണ് എടുത്തിട്ടുള്ളത്. അന്നേരം എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം. നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റീൽ പാത്രങ്ങളോ നോൺ സ്റ്റിക്ക് പാത്രങ്ങളോ ഉപയോഗിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലതാണ് ഇതുപോലുള്ള മൺപാത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. സീസൺ ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം
കാരണം തന്നെ നമ്മൾ ആരും അതിന് മെനക്കെടാറില്ല. എന്നാൽ വളരെ എളുപ്പത്തിൽ ഒറ്റ ദിവസം കൊണ്ട് സീസൺ ചെയ്തെടുക്കാനുള്ള നല്ല ടിപ്പുകളൊക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വാങ്ങിച്ച അന്ന് തന്നെ സീസൺ ചെയ്തിട്ട് കുക്കിങ്ങിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അടുപ്പ് കത്തിക്കുന്നവരാണെങ്കിൽ അടുപ്പിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അടുപ്പ് കത്തിക്കുന്നതിൽ ഗ്യാസിലാണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഞാൻ കുറച്ച് സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ബ്രൗൺ നിറമാകുന്നവരെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇത് നമുക്ക് കുക്കിങ്ങിന് വേണ്ടിയിട്ടല്ല കേട്ടോ, ഇത് നമുക്ക് ഒഴിവാക്കണം. ജസ്റ്റ് നമ്മൾ സീസൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത്. വേറെ എന്തെങ്കിലും അഴുക്കോ പൊടികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആയി വരികയും ചെയ്യും. അപ്പോൾ നമ്മളുടെ സവാളയൊക്കെ നന്നായിട്ട് ഇവിടെ നല്ല ബ്രൗൺ കളറായി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് അടുപ്പ് കത്തിക്കുന്ന സമയത്ത് ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഒന്ന് അടുപ്പിലൂടെ ഒന്ന് വെച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ കുറച്ചധികം അരിയൊക്കെ വാങ്ങിച്ച് സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് ഈ മഴക്കാലമായാൽ തന്നെ പൂപ്പലും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതുപോലെ അരി വെക്കുന്ന ബക്കറ്റിൻ്റെ അടിയിലായിട്ട് കുറച്ച് ഉണക്കമുളകും അതിന് മുകളിലായിട്ട് ഇതുപോലെ നമ്മൾ കുറച്ച് അരി ഉണക്കമുളക് അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറേ ദിവസം അരി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാത്രമല്ല നമ്മൾ അരി സൂക്ഷിക്കുന്ന പാത്രം നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കാനും അതുപോലെ തന്നെ നമ്മൾ അരി എടുക്കുന്ന കപ്പും നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്നൊന്നും പ്രാണികളൊന്നും നമ്മളുടെ അരികളിലേക്ക് വരുന്നതല്ല. അരിയിൽ പ്രാണി വരാതിരിക്കാനുള്ള കുറേയധികം ടിപ്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലൊരു വെളുത്തുള്ളി അരിയുടെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുത്താലും വളരെ നല്ലതാണ് കേട്ടോ. ഈ വെളുത്തുള്ളിയിലൊക്കെ ധാരാളമായിട്ട് സൾഫർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ സ്മെല്ലിന് പ്രാണികളൊന്നും വരില്ല. അതുപോലെ തന്നെ നമ്മൾ വില കൂടിയ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് ടാബ്ലറ്റ്സ് ആയാലും അതുപോലെ തന്നെ ഫ്ലാസ്ക് ആയാലും ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ സിലിക്ക ജെൽ ഉണ്ടാവുമല്ലേ, നമ്മളത് വെറുതെ വലിച്ചെറിഞ്ഞ് കളയാറായിരിക്കും ചെയ്യുന്നത്. ഇതുപോലെ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ അരിയിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടും അതുപോലെ തന്നെ പൂപ്പലൊന്നും വരാതെയും ഇരുന്നോളും. അപ്പോൾ ഈ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഗ്രാമ്പ് ഇതുപോലെ ഒന്ന് മാല രൂപത്തിലാക്കി ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് അരികളിൽ പ്രാണികൾ വരില്ല. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പൊടിയുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കല്ലുപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ഉപ്പായാലും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയായാലും ബാഡ് സ്മെല്ലിനെ വലിച്ചെടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ മഞ്ഞൾപ്പൊടി ഇഴജന്തുക്കൾക്കൊക്കെ വളരെ നല്ലതാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാനിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സിങ്കിലേക്കാണ് കേട്ടോ. സിങ്കിൻ്റെ ഹോളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച വെള്ളം ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇതിലൂടെ വരുന്ന ബാഡ് സ്മെല്ല് അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ വരുമല്ലോ, അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. തേങ്ങയ്ക്ക് വില കൂടിയ സമയത്ത് വളരെ എളുപ്പത്തിൽ തേങ്ങയൊന്നും യൂസ് ചെയ്യാതെ ഒരു ചട്നി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു സവാള, 2-3 വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് പുളിയും കൂടെ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് വഴന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് പൊട്ടുകടലയാണ്. ഇത് എണ്ണയിലൊന്ന് ഫ്രൈ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് റോ ആയിട്ടും ചട്നിയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ഈ കടലയും കൂടെ നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഈ രീതിയിൽ നിങ്ങൾ ചട്നി ഉണ്ടാക്കി എടുത്തിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. തേങ്ങ നമ്മൾ ചേർക്കുന്നതിനേക്കാളും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ചൂടാറിയതിന് ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് മല്ലിച്ചപ്പും കരിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് താളിച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ തേങ്ങാ ചട്നി ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ സമയം ഇരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 2 വറ്റൽമുളകും കുറച്ച് കരിവേപ്പിലയും കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതുമാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മിക്സ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയുന്നുണ്ടാവും ഇത് തേങ്ങ ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ, എന്നാൽ ടേസ്റ്റോ അപാരം തന്നെയാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇഡലിക്കായാലും ദോശയ്ക്കായാലും റോസ്റ്റിനായാലും അതുപോലെ തന്നെ വെള്ളപ്പത്തിനൊക്കെ കിടിലൻ കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു.
നമ്മൾ പുളിപ്പും എരിവും അതുപോലെ തന്നെ ഉപ്പും ബാലൻസ് ചെയ്യാൻ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് തേക്കിൻ്റെ തൂമ്പലയാണ് കേട്ടോ. ഇതുപോലെ തൂമ്പല തന്നെ എടുക്കുക. ഞാനിപ്പോൾ പറിച്ച് വെച്ചിട്ട് ഒരു ദിവസമായതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ കടുകെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ ഏത് എണ്ണയാണോ ഉള്ളത് അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എന്നിട്ട് അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന തളിരിലയൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയിലാണോ ഉണ്ടാക്കിയെടുക്കുന്നത് അതിനനുസരിച്ച് എണ്ണയുടെ അളവിലും വ്യത്യാസം വരുത്താം. ഇനി നന്നായിട്ട് ഈ എണ്ണയിൽ ഇതൊന്ന് ഫ്രൈ ആയി വരുന്നതിന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയി വരുന്നുണ്ട്. കുഞ്ഞു മക്കളൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ തേക്കിൻ്റെ ഇലയൊക്കെ പറിക്കുമ്പോൾ നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് ചുവന്ന് വരുമല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കുറച്ച് സമയം ഈ എണ്ണയിൽ നന്നായിട്ട് അതൊന്ന് റോസ്റ്റായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് അതിൻ്റെ എസൻസ് ഒക്കെ ആ എണ്ണയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ കിച്ചണിൽ നമ്മൾ തിരക്കിട്ട പണികളൊക്കെ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളുടെ കൈയൊക്കെ പൊള്ളുമല്ലേ. നമ്മൾ കൈ പൊള്ളുമ്പോൾ എന്തായിരിക്കും ചെയ്യുക, പെട്ടെന്ന് ഐസ് വെള്ളത്തിൽ കൈ മുക്കി വയ്ക്കും, അങ്ങനെയൊക്കെ ചെയ്യും. എന്നാൽ ഇതുപോലെ ഒന്ന് നമ്മൾ ഈ എണ്ണയിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു പാട് പോലും ഇല്ലാതെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. മാത്രമല്ല മുഖക്കുരു മൂലം നമ്മളുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ നമുക്ക് നിശേഷം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ചൊറിച്ചിലിന് അതുപോലെ തന്നെ കരപ്പൻക്കൊക്കെ അടിപൊളി ഒരു നാച്ചുറൽ റെമഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് വാഴപ്പഴത്തിന്റെ പോലെ തന്നെ വാഴപ്പഴത്തിന്റെ തൊലിയും ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. ഇതിൽ നാരുകൾ, പൊട്ടാഷ്യം, വിറ്റാമിനുകൾ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവയൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദഹനത്തെ മെച്ചപ്പെടുത്താനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും കണ്ണിന്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മളുടെ ചെടിയുടെ വളർച്ചയ്ക്കും മുഖത്തിന്റെ സൗന്ദര്യത്തിനും ഒക്കെ ഇത് ഉപയോഗിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള തൊലിയിലേക്ക് ഞാൻ 2-3 ബേ ലീഫ് ഒന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഗ്രാമ്പും അതുപോലെ തന്നെ 2 വലിയ കറുവാപ്പട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ യാതൊരു കെമിക്കൽസും ഇല്ലാത്തതും കൂടിയാണ്. ഇത് ഫ്രഷ് ആയിട്ടുള്ള തൊലിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് സമയം ഞാൻ ഇതുപോലെ മുറിച്ച് വെച്ചപ്പോൾ അതിന്റെ കളർ ഒന്ന് ഡിഫറൻസ് ആയതാണ്. ഇപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നമ്മുടെ തൊലിയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതിന്റെ എസൻസ് ഒക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നത് വരെ തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ജോയിന്റ് പെയിൻസ് അതുപോലെ തന്നെ നമ്മുടെ വയറിൽ ഉണ്ടാകുന്ന അൾസർ രോഗങ്ങൾ, ഡൈജസ്റ്റീവ് ഇഷ്യൂസ്, ഉറക്കമില്ലായ്മ, ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ, ഹൃദയത്തിന്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ കൂടുതൽ ആളുകളും ഇന്ത്യൻ ടോയ്ലറ്റിന് പകരമായിട്ട് യൂറോപ്യനാണ് കൂടുതലായിട്ടും യൂസ് ചെയ്ത് വരുന്നത്. കാരണം ഇന്ത്യൻ ടോയ്ലറ്റിൽ കുറേ സമയം ഇരിക്കാൻ പറ്റാത്തവരും അതുപോലെ തന്നെ പ്രായമായവർക്കും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉള്ളവർക്കൊക്കെ പറ്റിയ നല്ലൊരു സഹായക മാർഗം കൂടിയാണിത്. എന്നാൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ലിഡ് തുറന്നു വെച്ച് നമ്മൾ ഫ്ലഷ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നും ബാക്ടീരിയകൾ നമ്മുടെ അന്തരീക്ഷത്തിൽ പടരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത് ക്ലോസ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ഫ്ലഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഒരു പരിധി വരെ അന്തരീക്ഷത്തിൽ ബാക്ടീരിയകൾ നിറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.